ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ആയുഷ്മാൻ ഭാരതിലൂടെ രാജ്യത്തെ 58 കോടി ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സൌജന്യ ചികിത്സ ഉറപ്പുവരുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്കായി സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ നാളെ മുതൽ വിദേശ പര്യടനം ആരംഭിക്കും. കേരളം നവംബർ 1 അതിദാരിദ്ര്യമുക്തമായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഷഹബാസ് വധക്കേസിൽ പ്രതികളായ 4 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവച്ച സർക്കാർ നടപടിയെ വിമർശിച്ച് ഹൈക്കോടതി. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിലൂടെ ഇന്ത്യ 58 കോടി ജനങ്ങൾക്ക് സൌജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരെയും ഉൾച്ചേർത്തുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യയുടെ ആരോഗ്യ പരിഷ്കാരങ്ങളുടെ കാതൽ എന്നും ലോകാരോഗ്യ അസംബ്ലിയുടെ 78ാമത് സമ്മേളനത്തെ ഓൺലൈനായി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ആയിരക്കണക്കിന് ആരോഗ്യ ക്ഷേമ കേന്ദ്രങ്ങളുടെ വിശാലമായ ശൃംഖലയാണ് രാജ്യത്തുടനീളമുള്ളത്. ടെലിമെഡിസിൻ സംവിധാനത്തിലടക്കം ഡിജിറ്റൽ മേഖലയുടെ സാധ്യതകൾ രാജ്യം പ്രയോജനപ്പെടുത്തുന്നു. ആരോഗ്യരംഗത്തെ ഇന്ത്യയുടെ പഠനങ്ങളും മികച്ച രീതികളും ലോകരാജ്യങ്ങളുമായി പങ്കിടാനുള്ള സന്നദ്ധതയും പ്രധാനമന്ത്രി പങ്കുവച്ചു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്ക് മുന്നോടിയായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി പാർലമെന്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്ന ഇന്ത്യയുടെ സന്ദേശം അന്താരാഷ്ട്ര സമൂഹത്തിൽ എത്തിക്കുന്നതിനായാണ് സർവകക്ഷി പ്രതിനിധി സംഘങ്ങളെ കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. നാളെ മുതൽ അടുത്ത മാസം 5 വരെ 59 MPമാർ അംഗങ്ങളായ 7 പ്രതിനിധി സംഘങ്ങൾ 32 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തും. കോൺഗ്രസ് MP ശശി തരൂർ, BJP MPമാരായ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡ, JDUവിന്റെ സഞ്ജയ് കുമാർ ഝാ, DMK അംഗം കനിമൊഴി കരുണാനിധി, NCP MP സുപ്രിയ സുലെ, ശിവസേന MP ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡെ എന്നിവർ പ്രതിനിധി സംഘങ്ങളെ നയിക്കും. അമേരിക്ക, സൌദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ പ്രതിനിധി സംഘം സന്ദർശിക്കുന്നുണ്ട്. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള നിരവധി നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വരുന്ന നവംബർ 1 അതിദാരിദ്ര്യമുക്ത കേരളം യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2021 മെയ് 20 അധികാരമേറ്റ 2ാം പിണറായി സർക്കാർ ഇന്ന് 4 വർഷം പൂർത്തിയാക്കുകയാണ്. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിദാരിദ്ര്യമുക്തമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. 59,707 കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും അതിദാരിദ്ര്യമുക്തമാക്കുക, സംസ്ഥാനമാകെ അതിദാരിദ്ര്യമുക്തമാവുക, ഇതാണ് നാം ഉദ്ദേശിക്കുന്നത്. അത് വരുന്ന നവംബർ 1 യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതാണ്. താനൂർ ബോട്ട് അപകടം അന്വേഷിക്കുന്ന ജസ്റ്റിസ് VK മോഹനൻ അന്വേഷണ കമ്മീഷന്റെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് സംസ്ഥാന സർക്കാർ. വയനാട് ജില്ലയിൽ റൂസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 പുതിയ കോഴ്സുകളോടെ മോഡൽ ഡിഗ്രി കോളേജ് ആരംഭിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. കാസർഗോഡ് ഇടയിലക്കാട് ALP സ്കൂൾ നിരുപാധികം ഏറ്റെടുക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. രാജ്യത്തെ 103 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ രാജസ്ഥാനിൽ നിർവഹിക്കും. കേരളത്തിലെ ചിറയൻകീഴ്, വടകര സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 1300ഓളം റെയിൽവേ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. വടകര റെയിൽവേ സ്റ്റേഷനിൽ പൂർത്തിയാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സീനിയർ ഡിവിഷണൽ പേഴ്സണൽ ഓഫീസർ സിദ്ധാർത്ഥ് K. വർമ്മ ആകാശവാണി വാർത്തകളോട്. കസ്റ്റമേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ അമൃത് ഭാരത് സ്റ്റേഷൻ പ്രോജക്ട് കൊണ്ട് റെയിൽവേസ് ഉദ്ദേശിക്കുന്നത്. പഴയ റെയിൽവേ ബിൽഡിംഗിന്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ, അതിനോട് കൂടി തന്നെ പാസഞ്ചേഴ്സിന്റെ വെയിറ്റിംഗ് ഏരിയ, ഫുട് ഓവർ ബ്രിഡ്ജസ്, 3 ലിഫ്റ്റുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ദിവ്യാംഗജൻ ഫെസിലിറ്റീസ്, വളരെ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു അമ്യൂണിറ്റി ആണ് പാർക്കിംഗ് ഏരിയ. വളരെ വലിയ ഒരു പാർക്കിംഗ് ഏരിയ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ബുക്കിംഗ് ഓഫീസുകളും ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻസും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്.
വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് 3 മണിക്കൂറിലേറെ വാദം കേട്ടു. വ്യക്തമായ കാരണങ്ങളും ഗുരുതരമായ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നിയമത്തിൽ ഇടപെടാൻ സാധിക്കൂ എന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് AG മസീഹ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു. ഹർജികളിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം കോടതി നാളെ കേൾക്കും. കോഴിക്കോട് താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 4 കുറ്റാരോപിതരുടെ പരീക്ഷാഫലം തടഞ്ഞുവച്ച സർക്കാർ നടപടിയെ വിമർശിച്ച് ഹൈക്കോടതി. എത്രയും വേഗം പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പരീക്ഷാഫലം തടഞ്ഞുവച്ച നടപടി യുക്തിസഹമല്ലെന്നും ബാലാവകാശ കമ്മീഷൻ തന്നെ ഫലം പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശിച്ചതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഫലം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി കുറ്റകരമായ അനാസ്ഥയായി കണക്കാക്കേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കവച മുന്നറിയിപ്പിന്റെ ഭാഗമായി ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച ജില്ലകളിൽ ഇന്ന് വൈകുന്നേരം സൈറണുകൾ മുഴങ്ങി. മലയോര മേഖലയിൽ ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കേണ്ടതാണ്. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അടുത്ത 4-5 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലെ മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ഈ മാസം 24 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. അതിശക്തമായ മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചു വരുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. മഴ ശക്തമായതിനെ തുടർന്ന് കാസർകോട്ട് എല്ലാ ഭാഗങ്ങളിലും ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം. ദേശീയപാതയിൽ പല സ്ഥലങ്ങളിലും റോഡ് ഇടിഞ്ഞു താഴ്ന്നു. കാഞ്ഞങ്ങാട് ക്രൈസ്റ്റ് സ്കൂളിന് സമീപം ദേശീയപാതയിലെ 3 സ്ഥലങ്ങളിൽ വിള്ളലുകളും മണ്ണിടിച്ചിലുമുണ്ടായി. ജില്ലയിൽ 7 കേന്ദ്രങ്ങളിൽ ഇന്ന് വൈകിട്ട് മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങി. കനത്ത മഴ തുടരുകയും കാര്യങ്കോട് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രളയ സാധ്യത ഒഴിവാക്കുന്നതിനായി നീലേശ്വരം പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ ക്രമാനുസൃതമായി ഉയർത്തുമെന്ന് ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലും കനത്ത മഴ തുടരുകയാണ്. മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. പലയിടങ്ങളിലും വെള്ളം കയറി. ദേശീയപാത 66ന്റെ ഭാഗമായ സർവീസ് റോഡുകളിൽ മിക്കയിടത്തും വെള്ളം നിറഞ്ഞത് വാഹന ഗതാഗതത്തെ സാരമായി ബാധിച്ചു. പഴശ്ശി അണക്കെട്ടിന്റെ ഷട്ടറുകൾ നാളെ രാവിലെ 10 മണി മുതൽ മറ്റൊരു അറിയിപ്പ് കൂടാതെ തുറന്ന് ജലവിതാനം ക്രമീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വളപട്ടണം പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. എടയ്ക്കൽ ഗുഹയിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം നിരോധിച്ചു. കുറുവ, കാന്തൻപാറ, പൂക്കോട്, കർലാട് കേന്ദ്രങ്ങളിലെ ബോട്ടിംഗ് നിർത്തിവച്ചു. പാർക്കുകൾ തുറന്നു പ്രവർത്തിക്കുമെങ്കിലും ജില്ലയിലെ എല്ലാ സാഹസിക വിനോദങ്ങളും ജലവിനോദങ്ങളും കർശനമായി നിരോധിച്ചതായി DTPC അറിയിച്ചു. മലപ്പുറത്ത് ദേശീയപാത 66ന്റെ നിർമ്മാണത്തിലുണ്ടായ അപാകത അന്വേഷിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതി നാളെ സ്ഥലം സന്ദർശിക്കും. കൂരിയാടിനും കൊളപ്പുറത്തിനുമിടയിലാണ് കഴിഞ്ഞ ദിവസം ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് മേഖലയിൽ യാത്രാക്ലേശം രൂക്ഷമാക്കി. കൊച്ചിയിൽ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതായി സംശയിക്കുന്ന 3.5 വയസ്സുകാരിയുടെ മൃതദേഹം സംസ്കരിച്ചു. കുട്ടിയുടെ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്താലേ വിശദാംശങ്ങൾ അറിയാൻ കഴിയൂവെന്ന് ആലുവ റൂറൽ SP M. ഹേമലത മാധ്യമങ്ങളോട് പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ആയുഷ്മാൻ ഭാരതിലൂടെ രാജ്യത്തെ 58 കോടി ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സൌജന്യ ചികിത്സ ഉറപ്പുവരുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്കായി സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ നാളെ മുതൽ വിദേശ പര്യടനം ആരംഭിക്കും. കേരളം നവംബർ 1 അതിദാരിദ്ര്യമുക്തമായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഷഹബാസ് വധക്കേസിൽ പ്രതികളായ 4 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവച്ച സർക്കാർ നടപടിയെ വിമർശിച്ച് ഹൈക്കോടതി. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.